പ്രാർത്ഥിക്കാം. ഇതിനായിട്ട് പ്രയത്നിച്ച ധാരാളം വ്യക്തികൾ, 25 വർഷം മുമ്പ് ആരംഭിച്ച കൂട്ടായ്മ, ധാരാളം വൈദികരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, സിസ്റ്റേഴ്സിന്റെ ഉണ്ടായിരുന്നു. മാറ്റി നമുക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന ആ ശക്തി പ്രാപിക്കുവാനും ആ ശക്തി അനുഭവിക്കാനും വേണ്ടിയാണ് നമ്മളെല്ലാവരും ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. ആ ദേവാലയത്തിലേക്ക് കടക്കുന്ന വഴിയാണ് ഈ ആനവാതിൽ അല്ലെങ്കിൽ പ്രധാന കവാടം. അതുപോലെ തന്നെ ഒരു പള്ളിയിൽ നമുക്കറിയാം, വിജനച്ചനെ നമ്മുടെ എല്ലാ ഇടഭാഗങ്ങളെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ദേവാലയ നിർമ്മാണം നല്ല രീതിയിൽ നടക്കുവാനും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് തീർക്കുവാനുമുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതിനെ സഹായിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യഥാർത്ഥമായ ദൈവാരാധനയുടെയും ഉടകരമായി തീരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പാരീഷ് ഹാളാണ് നമ്മൾ നിൽക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇതാണ് നമ്മുടെ പള്ളി. ഇനി നമുക്ക് പള്ളിക്ക് ബാൽക്കണി ഉണ്ട്. പള്ളിയുടെ പുറകിലുള്ള സങ്കീർത്തന ഹോളിലാണ് പ്രെസ്ബിറ്ററി അച്ഛന്മാർ താമസിക്കുക. അതിന് താഴെ ഒരു ഹോളുണ്ട്, കാറ്റഗിസം, ക്ലാസ് റൂംസ് ഉണ്ട്. ഏറ്റവും അടിയിൽ പാരീഷ് ഹാളിന്റെ ലെവലിനോട് ചേർന്ന് നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ ബേസ്മെന്റിൽ നമുക്ക് ലിഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട്. റാമ്പിൽ കൂടെ നമ്മൾ കയറി വന്ന് 2 സൈഡിലും നമുക്ക് സ്റ്റേഴ്സ് ഉണ്ട്. സമയമുള്ള പോലെ പിന്നീട് നിങ്ങൾ കയറി കാണുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പണി നടക്കുന്ന സ്ഥലമാണ്. നമുക്ക് എല്ലായിടത്തും പ്രൊട്ടക്ഷൻ